നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമുക്കറിയാം എല്ലാവരും ഓണം മൂഡിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഞങ്ങളുടെ ഓഫീസിലും ഒക്കെ ഒരു ഓണം മൂഡ് തന്നെയാണുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം കൂടി എത്തുന്നത്. അപ്പോൾ പുന്നമടയിൽ നാളെ ജലയുദ്ധം നടക്കാൻ പോവുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ ആവേശം, നെഹ്റു ട്രോഫിയുടെ എല്ലാ ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളൊരു ടീമിനെ തന്നെ അവിടേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഞങ്ങളുടെ ആലപ്പുഴ പ്രതിനിധി ശരണ്യ സ്നേഹിതനാണ്. ഒപ്പം ഞങ്ങളുടെ എൽദോ പോൾ പുതുശ്ശേരിയും ശ്രീജ ശ്യാമും ബി വി വിനോദും കൂടി അവിടേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് അതിന്റെ ആവേശം അതുപോലെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയും. എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ ഷോയിലേക്കാണ്. കായംകുളത്ത് എല്ലാം സെറ്റാണ്. പുന്നമടയിലെ ഓളപ്പരപ്പിലൂടെ അതിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറായിരിക്കുന്നു. അവിടെ നിന്നുള്ള പ്രത്യേക ഷോയിലേക്ക്. എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി ജലമേള വളരെ ആവേശകരമായ ഒരു ജലമേളയാണ് ഇത്തവണത്തേതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണ ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് ജലമേള നടക്കുന്നതെങ്കിൽ ഇത്തവണ അത് ഓണത്തിന് തൊട്ട് മുമ്പ് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഞാൻ ആലപ്പുഴയിൽ അതിഥികളെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. രാവിലെ തന്നെ എൽദോ പോൾ പുതുശ്ശേരിയും ഒപ്പം തന്നെ ശ്രീജ ശ്യാമും ബി വി വിനോദും ഒപ്പം ക്യാമറ ടീമിൽ നിന്നും ഉള്ള സംഘങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വന്നു എന്നുള്ളതാണ്. എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്ത് തന്നെയാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂസ് 18 പ്രേക്ഷകർക്കായി വള്ളംകളിയുടെ ഓരോ നിമിഷങ്ങളും അതിന്റെ ത്രില്ല് ഒട്ടും ചോരാതെ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്ന് ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് ഫിനിഷിംഗ് പോയിന്റിലേക്കാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മളുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോ കുറ്റമറ്റതായ ഒരു സ്റ്റാർട്ടിംഗ് ലൈനാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണ ഒരു മൈക്രോ സെക്കൻഡിന് വ്യത്യാസത്തിൽ, അതായത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാ വള്ളവും ഒരുമിച്ച് ഫിനിഷ് ചെയ്തെന്ന് തോന്നിപ്പോകുന്ന അത്ര ആവേശകരമായ ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് കുറച്ചുകൂടി ഷാർപ്പാക്കണം, ഒരു പരാതിയും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ടിംഗ് ലൈൻ ഗംഭീരമാക്കി മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഓരോ വള്ളങ്ങളും അതിൻ്റെതായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് വിശ്രമമാണ്, നാളെ എല്ലാവരും കളത്തിലേക്ക് ഇറങ്ങും. മണിക്കൂറുകൾ മാത്രമാണ് ഓളപ്പരപ്പിന് തീ പിടിക്കാൻ എന്നുള്ളതാണ്. എന്തായാലും നമ്മളോടൊപ്പം ആലപ്പുഴയുടെ മരുമകൾ കൂടിയായ ശ്രീജ ശ്യാം ഉണ്ട്. ഞാൻ ആലപ്പുഴക്കാരിയാണെങ്കിൽ ആലപ്പുഴയുടെ മരുമകളാണ് ശ്രീജ ശ്യാം. ശ്രീജ, വള്ളംകളി എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കൊച്ചി ആലപ്പുഴയുടെ കൊച്ചി നമ്മളൊക്കെ ഇത് നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ ആഘോഷമാണ് വള്ളംകളി. ഒരു പക്ഷെ ഇത് തുടക്കത്തിലൊക്കെ നമ്മൾ ആലപ്പുഴയുടെ ഒരു സ്പോട്ട് എന്ന അല്ലെങ്കിൽ കുട്ടനാട്ടുകാരുടെ സ്പോട്ട് എന്നാണ് കരുതിയിരുന്നെങ്കിൽ കാലങ്ങൾ പോകവേ ഇപ്പൊ വള്ളംകളിയെ ലോകമെമ്പാടുമുള്ള ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 71ാമത് വള്ളംകളിയിലേക്ക് എത്തുമ്പോൾ 21 ചുണ്ടൻവള്ളങ്ങളാണ് നാളത്തെ ദിവസം ഈ ട്രാക്കിനെ തീ പിടിപ്പിച്ചുകൊണ്ട് ഇവിടെ കടന്നു പോവുക. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫുൾ സ്പെൻഡ് ചെയ്തത് പല ക്യാമ്പുകളിലായി, പല വള്ളങ്ങളുടെയും ഒരുക്കങ്ങൾ, അവരുടെ സ്ട്രാറ്റജി തയ്യാറാക്കുന്ന ദിവസം. ഇല്ല ഒന്നും പറയില്ല, ഇത് നമ്മുടെ രഹസ്യമാണ് സ്ട്രാറ്റജി. പറഞ്ഞില്ല പരീക്ഷയ്ക്ക് തുണ്ട് വെച്ച് ജയിച്ച ടീമുകളാണ്, ഐഡിയ പറയലെന്ന്. ഞങ്ങൾ പഠിപ്പികളെ ചോദ്യം ചെയ്യരുത് പ്ലീസ്. പഠിപ്പികൾക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതായത് ഈ വള്ളംകളിയുടെ ഒരു ട്രാക്ക് കണ്ടല്ലോ, ആ കാണായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ ഈ ഈവന്റ് നമ്മൾ അവസാനിപ്പിക്കും, ഈ ഷോ അവസാനിക്കുമ്പോൾ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലെത്തും. എത്തണം, കേട്ടണം. ഞങ്ങളുടെ പാലം കാണിച്ചു കൊടുത്തത് മനോഹരമായ പാലം, വർഷങ്ങളോളം ഈ പാലത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ ഒരു ഭംഗിയുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഗണേശ്, ഈ പാലം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ പാലത്തിന് എന്തോ പ്രത്യേകമാണെന്ന്. ഇത് ആരുണ്ടാക്കിയ പാലാണ്? ഇത് മുനിസിപ്പാലിറ്റിയുടെ പാലമാണ്. മുനിസിപ്പാലിറ്റിയാണോ? നഗരസഭയുടെ പാലമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇപ്പൊ നമ്മുടെ കാണായി കുഞ്ഞിരാൻ പോലെ ആരെങ്കിലും. അങ്ങനെയല്ല, ഇത് ആലപ്പുഴ നഗരസഭയുടെ പാലമാണ്. പക്ഷെ വർഷങ്ങളായിട്ട്, അതായത് തൊട്ടടുത്ത് സായിയുടെ സ്പോർട്സ് കേന്ദ്രം ഉൾപ്പെടെ ഉണ്ട്, പക്ഷെ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു പാലം ഇല്ലായിരുന്നു. പക്ഷെ പാലം വന്നപ്പോ അതിഗംഭീരമായൊരു പാലം. സായിയുടെ സായി കുമാറാണോ? സ്പോർട്സിനെ കുറിച്ച് ഒരു തുള്ളി പോലും വിവരമില്ലാത്ത ഒരാളാണ് ഇപ്പോ ജലമേള റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നുള്ള. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടപ്പോ ഫിനിഷിംഗ് പോയിന്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ സംസാരിച്ച് തുടങ്ങാൻ നേരത്ത് ഞാൻ വിചാരിച്ചു ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു യുവതിയാണ്, ഈ നാട്ടിന്റെ എല്ലാ സംസ്കാരവും ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ പറയല്ലേ, ഞാൻ ഫിലാഡൽഫിയ എന്ന ജനിച്ച
ഫിലാഡൽഫിയൊന്നുമല്ല, ഒരു അമളി ആർക്കും പറ്റും അല്ലേ? അപ്പൊ നമ്മള് തുടക്കത്തിൽ ഗണപതിക്ക് വെച്ച് നമ്മളങ്ങ് തുടങ്ങിയ ആലപ്പുഴക്കാരൻ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ശ്രീ ചേച്ചി, ഗംഭീര മീൻകറിയുടെ മണം അല്ലേ ഇതിലെ കൂടെ പോയിട്ട്? അതെ, സൈഡിലെ വീടുകളിലൊക്കെ ഇന്നത്തെ ദിവസം ഈ ആലപ്പുഴയുടെ പ്രത്യേകത, ആളുകൾ മുഴുവൻ ഇന്ന് ഹോസ്റ്റ് ആണ്. ഇപ്പം ശരണ്യ നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നത് പോലെ ഈ ആലപ്പുഴയിലെ എല്ലാ ഇല്ല വന്നപ്പോ വിളിക്കാൻ വന്നില്ല, അതാ ഉദ്ദേശിച്ചത്. എല്ലാ വീടുകളിലും ഇന്ന് അതിഥികളെ കാത്തിരിക്കും. കാരണം ഓരോ വീടുകളിലും ഇന്ന് അതിഥികൾ വന്ന് നിൽക്കും. അവർക്ക് നാളെ വള്ളംകളി നല്ല ഭംഗിയായി കാണാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും നാളെ ഉണ്ടല്ലോ. ഈ രണ്ട് കരകളും നമ്മൾക്ക് കാണാം, ഈ രണ്ട് സൈഡിലും മുഴുവൻ ആളുകളായിരിക്കും. തെങ്ങിന്റെ മുകളിൽ ഉൾപ്പെടെ ആൾക്കാർ കയറും. കാരണം എന്താ, 1500 രൂപ ടിക്കറ്റ്, അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത തെങ്ങിന്റെ മുകളിൽ എഴുതുമായിരിക്കും കള്ളെടുക്കായി. തെങ്ങിന്റെ മുകളിൽ അറിയാമെങ്കിൽ ഞാൻ നിങ്ങളോട് പണിയെടുക്കുമായിരുന്നു. തെങ്ങിന്റെ മുകളിലാണ് പ്രമോല് ഇരിക്കുന്നത്. അപ്പൊ നമ്മളെ സീരിയസ് ആയിട്ട് പോവാണ്. ഈ കാണുന്നതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് 1150 മീറ്റർ, 1 കിലോമീറ്ററും 150 മീറ്ററും നീളം വരുന്നതാണ് പുന്നമടയിലെ നെട്ടായം. ആ നെട്ടായത്ത് 21 ചുണ്ടൻ വള്ളങ്ങൾ നാളെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തീ പിടിപ്പിക്കുന്ന പോരാട്ടം. ഒരു സംശയം വേണ്ട, 8 വള്ളങ്ങൾ ഒന്നാമതെത്താൻ വേണ്ടി മാത്രമാണ് ആ 21-ലെ 8 വള്ളങ്ങൾ ഇറങ്ങുന്നത്. അതിൽ തന്നെ ചില റെക്കോർഡുകൾ തിരുത്തുമോ, പുതുതായി വരുമോ എന്നതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ ആവേശം. 1150 മീറ്ററിലെ നെട്ടായത്തെ കീറിമുറിച്ച് ചുണ്ടൻ വള്ളങ്ങൾ പായുമ്പോൾ ഫൈനൽ ലാപ്പിൽ 4 വള്ളങ്ങൾ. ആ 4 വള്ളങ്ങൾ ആരൊക്കെ എന്നുള്ളത് ആൻസൈറ്റി. അതൊരു പക്ഷേ ഈ ആലപ്പുഴക്കാരുടെ ഉറക്കം കെടുത്തും. ശ്രീജ പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ആർക്കായിരുന്നു? കഴിഞ്ഞ വർഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനായിരുന്നു ക്ലബ്ബ് ആയിരുന്നു. അതിന് മുമ്പ് അതിന്റെ മുൻപ് ഏത് പള്ളാത്തുരുത്തി തന്നെയായിരുന്നു. അതിനു മുന്നേ പള്ളാത്തുരുത്തി ആയിരുന്നു. ഇത് 6ാം തവണയാണ്. ഡബിൾ ഹാട്രിക് എന്ന ലക്ഷ്യമാണ് പള്ളാത്തുരുത്തിക്ക് മുന്നിലുള്ളത്. നമ്മളിപ്പോ കടന്നു പോകുന്ന സ്ഥലമൊക്കെ പള്ളാത്തുരുത്തിയുടെ ശക്തമായ മേഖലയാണ്. ഇതിന്റെ കാര്യം എന്താ പറയട്ടെ, ഈ ശ്രീജ ശ്യാമിന്റെ ഭർത്താവും സംഘവുമാണ് ഈ നടുഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാര്. ഈ ഇതിന്റെ എല്ലാ തവണയും തോറ്റു നിൽക്കുമ്പോ നടുഭാഗം ഉണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊന്നും അറിയാത്തൊരു കഥ പറയാം. ഈ നടുഭാഗം ചുണ്ടൻ ഇതുപോലെ നിങ്ങളെ പോലെ ആളുകളൊക്കെ പറയുമല്ലോ, എന്റെ ഭർത്താവാണ് നടുഭാഗത്തിനോട് വളരെ സ്നേഹമാണെന്നൊക്കെ പറയും. ഒടുവിൽ എന്നെ മറ്റൊരു പ്രമുഖ ബോട്ട് ക്ലബിന്റെ കോച്ച് വഴിയിൽ തടഞ്ഞു നിർത്തി ചീത്ത പറഞ്ഞ സ്ഥിതി നടക്കുന്നുണ്ട്. ട്രെയിൻ ചെയ്യാൻ വരാമോ? അല്ല, എന്നോട് ചോദിച്ചോ, നിങ്ങൾ ഈ ഒരൊറ്റ ക്ലബിന് വേണ്ടി മാത്രമേ സംസാരിക്കൂ, ഒറ്റ വള്ളത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികളെ, എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പക്ഷഭേദവും ഇല്ല. എല്ലാ വള്ളങ്ങളും നാളെ ഇറങ്ങുന്നത് ജയിക്കാനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ആർക്കും ഇല്ല, എല്ലാവർക്കും. ഇനി നടുഭാഗത്തിന് വേണ്ടി പറഞ്ഞാൽ മതി. അതല്ല, ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ വള്ളംകളി ആരാധകരുള്ളത് കാരിച്ചാൽ ചുണ്ടനായിരിക്കും. ഇപ്പൊ നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാരിച്ചാൽ ഭയങ്കര രസമുള്ള ഫീലാണ്. കാരിച്ചാല് ഇപ്പോ നമുക്കറിയാവുന്ന പോലെ കാരിച്ചാലിന്റെ വിശേഷം നമുക്ക് ആദ്യം കാണാല്ലേ. അതായത് ഈ കാരിച്ചാലിന്റെ ഒരു പ്രത്യേകത, അവിടെ നമ്മൾ ഇപ്പൊ ഓൾറെഡി പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട വള്ളമാണ്. ഈ പൂരത്തിന് എങ്ങനെ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എത്തുമോ അതുപോലെയാണ്. അവർ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഈ വള്ളത്തിന്റെ അമരം ഭാഗം ഉണ്ടല്ലോ, അത് ഇവർക്ക് എപ്പോഴും മറ്റു വള്ളങ്ങളോട് ചേർത്തിടാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആന ചെരിഞ്ഞാടുന്ന പോലെ ഈ വള്ളം ചെരിഞ്ഞാടും. അപ്പൊ അതായത് അതിന്റെ അമരം കൊണ്ട് മറ്റു വള്ളങ്ങൾ കൊണ്ട് ഇടിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു ആനയുടെ ഒരു എന്താ പറയാ, ഒരു തലയെടുപ്പ്. ആനയല്ല, ജലപ്പരപ്പിലെ മോഹൻലാലാണ്. പക്ഷെ മോഹൻലാൽ ചെരുവ് വലത്തോട്ടാ, ഇവന്റെ ചെരുവ് എടുത്തോട്ടാ. എന്താണെങ്കിലും അത്ഭുത ചെരുവുള്ള വള്ളം ഈ കാര്യം അവർ പറയുന്ന ഒരു അത്ഭുതമായിട്ടാണ്. ആ ചെരുവ് അവർ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. പലതവണ ആ വള്ളം മാറ്റിപ്പടന്നെങ്കിലും ആ വള്ളത്തിന്റെ ചെരുവ് നിലനിർത്തിക്കൊണ്ടാണ് അവർ പുതുക്കുന്നത്. പുതുക്കൽ മാത്രമേ ഉള്ളൂ. ഒരു വള്ളപ്പാട്ട് പാടാൻ ശ്രീജയ്ക്ക് അറിയാവൂ? വള്ളപ്പാട്ട് പാടാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥിരം പാടുന്ന കുട്ടനാടൻ പുഞ്ചയിലല്ലേ, അതൊന്നുമല്ല. യഥാർത്ഥത്തിലുള്ള വഞ്ചിപ്പാട്ട് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കുറെ പാട്ടുകൾ പാടും. ഞാൻ എപ്പോഴും കേട്ട് പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, പാതിരാവായല്ലോ പത്നി, തകതേ തകതേ ഇത് തെറ്റിച്ച് പാടിയ വള്ളംകളി പ്രേമികൾ പിണങ്ങും. അതുകൊണ്ട് ഞാൻ ഇത്രയും സൂക്ഷി പാടുക. കുട്ടനാടാണ്, അവര് വെള്ളത്തിലെറിയും. സത്യം, ഇത്രയും കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിണങ്ങുന്ന, പരിഭവിക്കുന്ന, അതിൽ വിഷമിക്കുന്ന മറ്റൊരു ടീം, നമ്മള് ബാക്കി ഫുട്ബോൾ ആരാധകരെ പോലെ ക്രിക്കറ്റ് ആരാധകരെ പോലെയല്ല, ഇത്തിരി പോലും അവർ ക്ഷമിക്കില്ല. തെറ്റിച്ച് പാടി അവർക്ക് ഫീലാവും. ദൈവമേ, പൂത്തുനിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരോ മൽപ്പന്തലിൽ
വീണു പോയെന്നോ മധുരമില്ലാതെ ഇതേതോ സിനിമയിലെ പാട്ടല്ലേ? താളമില്ലാതെ സ്വർണമാനുകളും പാടും ഇത് മറ്റേ കിളിയുമില്ലാതെ സിനിമയിലെ പാട്ട്. ഞാൻ ഇന്നേകനായി ഒരു പാട്ട് പാടാൻ പറഞ്ഞു, വള്ളപ്പാട്ട്. ഞാൻ ഒരു വർഷമേ ആലപ്പുഴയിൽ ജോലി ചെയ്തു. ശരണ്യ ഇല്ലായിരുന്നു. ശരണ്യ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോയപ്പോ ആ ലീവ് വേക്കൻസിയിൽ ഒരു വർഷം ഉടനെ അടുത്ത വേക്കൻസി നോക്കാം നമുക്ക്. ശരണ്യ ഇവിടെ കയറുന്നതിന് മുമ്പ് ചോദിച്ചു, വിനോദേട്ടന് മിനിമം ഒരു പാട്ട് പാടാൻ. വഞ്ചി പാട്ടറിയില്ല, അപ്പൊ ശരണ്യ പാടും. എനിക്ക് വഞ്ചിപ്പാട്ട് അറിയില്ല. എന്റെ ഈ പാറപ്പുറത്ത് ഇറക്കുന്ന ശബ്ദം കേട്ടിട്ട് വഞ്ചിപ്പാട്ട് പാടാൻ പറഞ്ഞ എന്റെ ശബ്ദമാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഇന്ന് പോയ അതെ നമ്മൾ കാരിച്ചാലേക്കാ പോകും. അതിനും ഒക്കെ അപ്പുറത്തേക്ക് നേരത്തെ എൽദോ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഇത്തവണ കാരിച്ചാലിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ തവണയും കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലാണ് കാരിച്ചാല് വിജയ കിരീടം അണിഞ്ഞത്. ഏറ്റവും അധികം ഏകദേശം 16 തവണ നെഹ്റു ട്രോഫി കപ്പടിച്ചിട്ടുള്ള ഒരു വള്ളമാണ് കാരിച്ചാല്. പക്ഷെ ഇത്തവണത്തെ കാരിച്ചാലിന്റെ പ്രത്യേകത എന്താണെന്ന് എൽദോയ്ക്കറിയോ? പിന്നെ കാരിച്ചാൽ സ്വന്തം ടീമായിട്ടാണ് കാണാം. അതായത് കാരിച്ചാൽ ടീമിന്റെ കരക്കാര് ഇപ്പോഴും കരക്കാരാണല്ലോ വള്ളത്തിന്റെ ആളുകൾ. അപ്പോ അവരെന്നെ വിചാരിക്കുകയാണ്, എന്തിനാണ് നമ്മുടെ വള്ളം വേറൊരു ആൾക്കാർ ഇവിടെ ഉണ്ടാക്കുന്നത്? നമ്മൾ തന്നെ സ്വന്തം ടീം ഇറക്കിയോ, എന്താ കുഴപ്പം? അത് എനിക്ക് വേണ്ട, അതൊരു വലിയൊരു വിപ്ലവമാണ്. ഇന്ന് നാളെ എത്ര വള്ളങ്ങളാണ് മത്സരിക്കുന്നത്? ഈ വള്ളം ഉണ്ടാക്കുമ്പോ അതിന്റെ ഈ നമ്മൾ ചമ്പക്കുളം സിനിമയെ കണ്ടിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ഇതിന്റെ ഇത് നിർമ്മിക്കുന്നത്? അങ്ങനെയുള്ള ഒരു അക്കാഡമിക് കാര്യം ശ്രീജയ്ക്കോ ആർക്കെങ്കിലും അറിയാമോ? ശ്രീജയ്ക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇതിന്റെ ഒരു പ്രാഥമിക പാഠം ഞാൻ പഠിച്ചു വെച്ചു, ഞാൻ പറയുന്നില്ല. ഒന്നുമല്ല, ഈ ഓരോ വള്ളങ്ങൾക്കും ഒരു വലിയ ഹിസ്റ്ററി പറയാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന അതിനെക്കാട്ടിലൊക്കെ അപ്പുറത്ത് വലിയ ആഴത്തിലുള്ള ചരിത്രം. ഈ കോഴിമുക്ക് നാരായണൻ ആചാരി എന്ന് പറയുന്ന ഒരു ശില്പി, ഒരു പക്ഷെ വള്ളത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു ദേവശില്പി എന്നോ പെരുന്തച്ഛൻ എന്നോ ഒക്കെ പറയാവുന്ന ആളാണ് കോഴിമുക്ക് നാരായണൻ ആചാരി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും പിന്നെ അദ്ദേഹത്തിന്റെ മകൻ സാബു നാരായണൻ ആചാര്യാണ് ഇപ്പൊ ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള വള്ളങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളത്. ആ ഒരു കുടുംബം പണിതിറക്കി ആ ഒരു കുടുംബത്തിന്റെ കൈ പതിഞ്ഞതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ വള്ളങ്ങളും. അങ്ങനെ ഒരു ഏറെ ഡെഡിക്കേഷൻ ആവശ്യമുള്ള ഒരു പ്രാർത്ഥനയോടെ ഒരു വലിയ കെട്ടിടം പണിതുയർത്തുന്നത് പോലെ ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥന അതിലുണ്ടാവും. കാരണം ആദ്യത്തെ ആ മരം കൊണ്ടുവരുമ്പോ തൊട്ട് അവർ ഓരോരുത്തരും അതില് അവരുടെ പ്രാർത്ഥന, അവരുടെ സ്നേഹം, ആ നാടിന്റെ ആത്മാഭിമാനം ഇതെല്ലാം ചേർത്താണ് ആ വള്ളം പണിയുന്നത്. അല്ലാതെ ഒരു മരമോ ഒരു തടിയോ അല്ലാതെ അതിൽ അത്രയേറെ ഇഴുകി ചേർന്ന് കിടക്കുന്ന ആ നാടിന്റെ വികാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ കാരിച്ചാൽ ചുണ്ടൻ എന്ന് പറയുന്നത് കാരിച്ചാലുകളുടെ ഹൃദയം ഇടിപ്പാവുന്നത്, അല്ലെ? വിനോദി പറഞ്ഞ ഒരു കാര്യം ആഡ് ചെയ്തിട്ട്, അതായത് ഈ മകളെക്കാളും മരുമകളാണ് നല്ലത്. അല്ല, ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. അതായത് ഈ ഒരു വള്ളം നിർമ്മിക്കുന്ന ഒരു ആചാര്യമാർ എന്നാണല്ലോ പറയാം. ശരി, വള്ളം നിർമ്മിക്കുന്നവരെ ആചാര്യമാർ എന്നാണല്ലോ പറയാം. അപ്പോ ഈ ഏറ്റവും പറഞ്ഞ സാബു ആചാരിയില്ലേ, സാബു ആചാരി ഇപ്പോൾ മലപ്പുറത്തും പൊന്നാനിന്നൊക്കെ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഒരു വള്ളം നിർമ്മിക്കുന്നതിൽ ഏറ്റവും നെഞ്ചെടുപ്പുണ്ടാക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ഒരു സൈക്കിള് നിർമ്മിക്കുകയാണെങ്കിൽ അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് അതിന് ബാലൻസിംഗ് ആണെന്ന് നോക്കാം. വള്ളം നീറ്റിലിറങ്ങുമ്പോഴാണ് അത് ബാലൻസിംഗ് ആണോ, അത് ബാലൻസ്ഡ് ആണോ എന്ന് അറിയുന്നത്. അതിന്റെ ഒരു ആ ഷേപ്പിൽ അത് കൃത്യമായി നിലനിൽക്കണമെങ്കിൽ അതിന് വല്ലാത്തൊരു കണക്കുകൂട്ടലും ഒപ്പം ഒരു ദൈവാധീനം ഒക്കെ വേണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാരിച്ചാല വള്ളം ഇറങ്ങുന്ന ഒരു സമയത്ത് ഇതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഒരു ചരിവായിരുന്നു. പിന്നെ ഒരുപാട് വിശ്വാസങ്ങൾ ഇതിനോട് ഇടകലർന്ന് കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് കാരിച്ചാലുകാര് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഒത്തിരി പഴക്കമുള്ള വള്ളമാണ് കാരിച്ചാല്. അത് ഇതുവരെ പുതുക്കി പണിയിൽ മാത്രമേ ഉള്ളൂ, പുത്തൻ ചുണ്ടൻ അവർ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ഈ കാരിച്ചാൽ വെള്ളം നീറ്റിലേക്ക് ഇറക്കുമ്പോ പമ്പയാറിനെ തൊട്ടപ്പോ ഒരു മത്സ്യം ചാടി ഈ വള്ളത്തിലേക്ക് വീണു എന്നുള്ളതാണ്. ഭയങ്കര ഐശ്വര്യമാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വള്ളം മാറ്റാൻ അവർ സമ്മതിക്കില്ല. അതാണ് ആ വള്ളം. ഇന്നത്തെ കാരിച്ചാലിൽ പോയ ആ കാഴ്ച കാണണം. ഒരു കാര്യോട് പറയാനുണ്ട്. ഈ കാരിച്ചാലിന് നേരത്തെ പറഞ്ഞൊരു കാര്യം, അത് അല്പം സങ്കടകരമാണ്. കാരണം 2 വർഷം മുമ്പ്, അത് 2023 ഈ കാരിച്ചാൽ ചുണ്ടൻ, എന്തുകൊണ്ടാണ് കാരിച്ചാൽ ടീം ഉണ്ടാവുമെന്ന് അറിയാമോ? കാരിച്ചാൽ ചുണ്ടൻ തുടങ്ങിയത് അന്ന് UBC ആണ്. UBC നന്നായി തുഴഞ്ഞു. പക്ഷേ അവരൊരു പരാതി പറഞ്ഞു, വള്ളത്തിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന്. വല്ലാത്തൊരു പരാതി പറഞ്ഞു. ആ പ്രശ്നത്തെ തുടർന്ന് കാരിച്ചാലുകാർക്ക് വല്ലാത്ത ഹൃദയവേദന ഉണ്ടായി. സാധാരണ രീതിയിൽ വലിയ തോതിൽ സ്വീകരണം കൊടുത്തൊക്കെ ഏറ്റുവാങ്ങുന്ന വള്ളത്തെ അവർ അല്പം വിഷമത്തോടുകൂടി ഏറ്റുവാങ്ങേണ്ടി വന്നു. ജലചക്രവർത്തി ആ തവണ ഒരുപക്ഷെ ഒരു ഏറ്റവും ഹൃദയപൂർവ്വം ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഈ കാരിച്ചാലുകാര് ഈ കാരിച്ചാൽ വള്ളം തിരിച്ചുപോയി. സീസൺ മുഴുവനാക്കാതെ കാരിച്ചാൽ CBLന്റെ ഇടയ്ക്ക്, ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഇടയ്ക്ക് തിരിച്ചുപോയി.
ആ തിരിച്ചു ചെല്ലുമ്പോ ആ പാലമില്ലേ, ആ പാലത്തിന് മുകളിൽ നിന്ന് ആളുകൾ മുഴുവൻ, കാരിച്ചാൽ കരയിലെ മനുഷ്യന്മാർ മുഴുവൻ പുറത്തിറങ്ങി വന്ന് അവരുടെ മകനെ തിരിച്ചു വിളിക്കുന്നത് പോലെ, തിരിച്ചു കൊണ്ടുവരാൻ വരുന്നത് പോലെ അവരൊക്കെ വന്ന് നിന്നൊരു സീനുണ്ട്. ഒരു പക്ഷെ നമ്മളൊന്നും മറക്കില്ല. ഈ വള്ളംകളി എന്നൊക്കെ പറയുന്നത് എങ്ങനെ ഇമോഷണൽ ആവുന്നതെന്ന് അന്ന് ഞാൻ വിഷ്വൽസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ആ വിഷമം തീർക്കാൻ വേണ്ടി കാരിച്ചാൽ ഇത്തവണ ടീം ഇറക്കിയ കാരിച്ചാലെത്തുകയാണ്. 1970 ജനിച്ച ആ കുഞ്ഞിന് ഇപ്പോൾ 55 വയസ്സാണ്. 55ാമത്തെ വയസ്സിൽ ആ കുഞ്ഞ് ഇപ്പോൾ ജലോത്സവത്തിന് ചക്രവർത്തിയാണെങ്കിൽ ആ ചക്രവർത്തി ഇറങ്ങുകയാണ് സ്വന്തം ടീമുമായി. കാരിച്ചാലിന്റെ ടീമിലെ ഒരുക്കം കാണാം ക്യാമ്പിലേക്ക്. ജലോത്സവങ്ങളിൽ ചക്രവർത്തി അതൊന്നേ ഉള്ളൂ, അത് കാരിച്ചാൽ ചുണ്ടനാണ്. നമ്മൾ പലവട്ടം കണ്ടു കാരിച്ചാൽ ചുണ്ടൻ കിരീടവും നേടി ആ ജലത്തിന്റെ ആഘോഷ മാമാങ്ക ദിവസത്തിൽ രാജാക്കന്മാരെ പോലെ അണിനിരക്കുന്നത്. എപ്പോഴാണ് ഒരു ചക്രവർത്തി ഉണ്ടാകുന്നത്? അത് രാജാക്കന്മാരിൽ രാജാവാണ്. അപ്പോൾ അത്തരത്തിലൊരു രാജാവായിട്ടുള്ള കാരിച്ചാൽ ചുണ്ടൻ ഇത്തവണ സ്വന്തം ടീമുമായി എത്തുകയാണ്. കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബ്, KCBC, അതിന്റെ ആളുകളാണ് നമ്മുടെ ഒപ്പം. അതിന്റെ ചുണക്കുട്ടന്മാരാണ്. 2 ടീമുണ്ട്. ഇവർ A ടീമും B ടീമും ഉണ്ട് KCBCക്ക്. പക്ഷേ പ്രധാനപ്പെട്ട കാരിച്ചാൽ ചുണ്ടൻ A ടീമും B ടീം അത് ആയാപുരം പാണ്ടിയിലും മത്സരിക്കും ഇത്തവണ ജവഹർ നെഹ്റു ട്രോഫി വെള്ളം കളി ജലമാമാങ്കത്തിൽ. അപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ പങ്കെടുക്കുന്നത് ഈ താരങ്ങൾ തന്നെയാണ്. തുഴച്ചിലിൽ കെങ്കേമ്മമാരാണ്. ഇവന്മാരുടെ കൈയൂക്ക് കണ്ടാൽ തന്നെ അറിയാം. നീ അടുത്താക്കി അധികം പോകണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്താ, എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? തുടങ്ങല്ലേ? അതെ അതെ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മികച്ച പ്രാക്ടീസ് ആയിരുന്നു. അതെനിക്കൊരു പവർ ഇല്ലല്ലോ. മികച്ച പ്രാക്ടീസ് ആയിരുന്നു. അടിപൊളി. അപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പറാണ്, അടിപൊളിയാണ്. ലൊറൈൻ ചേട്ടന്റെ ആ കൈന്റെ ഇതൊക്കെ ഇത് കണ്ടാ? ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ എന്റെ കൈ ഇങ്ങനെ പിടിച്ചു കണ്ടോ? ഇത് എവിടെയാ തുഴയണ? എവിടെയാ? 4ാം തുഴയാണ്. പൊളിച്ച്. ഇതിന്റെ അത് 1ാം തുഴക്കാരിൽ ആ ഭാഗത്തേക്ക് ആരെങ്കിലും ഉണ്ട്? 1 മുതൽ 5 വരെ എല്ലാരും പലയിടങ്ങളൊക്കെ. ഇവരൊക്കെ ഈ മത്സരത്തിന് തൊട്ടു മുമ്പ് വലിയ പ്രാർത്ഥനയുടെയും ആകാംക്ഷയുടെ ഒക്കെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് പള്ളിയിലും ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളൊക്കെ പോയി പരമാവധി ദൈവങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്ന ഒരു സ്ഥിരം രീതിയുണ്ട്. അപ്പൊ ഇത് കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബിന്റെ പ്രസിഡന്റാണ് അജിത്തേട്ടൻ. അജിത്തേട്ടാ, എന്തുകൊണ്ടാണ് ഈ തവണ സ്വന്തം ഒരു ടീം ഇറക്കാമെന്ന് കാരിച്ചാൽ തീരുമാനിച്ചത്? ഞങ്ങൾ കഴിഞ്ഞ 54 വർഷങ്ങളായിട്ട് വിവിധ ബോട്ട് ക്ലബ്ബുകളാണ് നമ്മുടെ വള്ളം കളിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഏകദേശം ഒരു 80 കൂടി കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് എന്നും പറഞ്ഞ് വള്ളം കളിച്ചായിരുന്നു. പിന്നീട് പ്രൊഫഷണലൈസും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ വിവിധ ബോട്ട് ക്ലബ്ബുകൾ. അതിന് ഈ 54 വർഷങ്ങളിൽ വിജയത്തിലും പരാജയത്തിലും നമ്മളോടൊപ്പം നിന്ന ഞങ്ങളുടെ സഹോദര ബോട്ട് ക്ലബ്ബുകൾ ഒരുപാടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് പായിപ്പാട്ടാറ്റിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബോട്ട് ക്ലബ്ബ് രൂപീകരിച്ച് പായിപ്പാട്ടാറ്റിൽ മത്സരിക്കുകയും ഒരു നേരിയ വ്യത്യാസത്തിന് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഉദിച്ച ഒരു ധാരണയാണ് നമ്മുടെ ഒരു ചീഫ് കോർഡിനേറ്റർ ഡൈനാൻ ചേട്ടറെ, പ്രസിഡന്റിന്, ഞങ്ങളുടെ പ്രധാന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ കൂടെ ആലോചിച്ചു, നമുക്ക് വള്ളമുണ്ട്, എന്തുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ടീമായിക്കൂടാ. അങ്ങനെ ഞങ്ങൾ രൂപീകരിച്ചതാണ് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ്. അതെ. അപ്പൊ അങ്ങനെയാണ് കാരിച്ചാലിന്റെ ഒരു ഉദയം എന്ന് പറഞ്ഞത്. നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ ആ ഒരു മത്സരത്തിന്റെ ഒരു ആവേശം അതൊക്കെ ഇപ്പോഴും ഇല്ല. കഴിഞ്ഞ തവണത്തെ ടീമിൽ പങ്കെടുത്ത ആരെങ്കിലും ഇപ്പോഴുണ്ടോ? ഈ ടീമിലുണ്ടോ? കഴിഞ്ഞ തവണ തുടങ്ങിയ ആരെങ്കിലും ഉണ്ടോ? 2 പേരുണ്ട്. അവരൊക്കെ പലയിടത്ത് പോയിക്കണം. ശരി. അപ്പൊ എങ്ങനെയാ ഈ തവണത്തെ എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? 25. എങ്ങനെ ഇവിടെ ക്യാമ്പൊക്കെ എങ്ങനെ? അജിത്തേട്ടൊക്കെ എങ്ങനെ ചെവിക്ക് പിടിക്കുവോ? ഇല്ല, എല്ലാവരും നല്ല സൗഹൃദം. എല്ലാത്തിനും എന്ത് കാര്യത്തിനും ഞങ്ങളൊപ്പം ഉണ്ട് അവരെല്ലാവരും. എനിക്കറിയാം, നമുക്ക് തോന്നുന്നു ഈ ഒരു കരക്കാരെ സംബന്ധിച്ച് ഇത്രയധികം വികാരമുള്ള ഒരു ചുണ്ടൻ വേറെ ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയധികം ആരാധകരുള്ള ചുണ്ടനും ഇല്ല അല്ലെ? ഈ പൂരങ്ങളിലെ കൊമ്പനെ പറയുന്ന പോലെയാണ് കാരിച്ചാൽ ചുണ്ടൻ. അതെ, ചെറ്റിക്കാട്ട് രാമചന്ദ്രൻ ആനയിൽ എന്ന് പറയുന്ന പോലെയാണ് കാരിച്ചാൽ ചുണ്ടൻ പറയുന്നത്. എല്ലാ ജലമേളകളിലും അവനെ ക്ഷണിക്കാറുണ്ട്. ഞങ്ങൾക്ക് പോകാൻ ചില പരിമിതികളുണ്ട്. ഇപ്പൊ തന്നെ മാന്നാർ മഹാത്മാ ജലോത്സവത്തിൽ ക്ഷണിക്കുന്നുണ്ട്. 1-ാം തീയതി അടക്കം. അത് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പോകാവുന്നിടത്തെല്ലാം ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ കൂടുതൽ അതിനും ഒരു റെസ്റ്റ് വേണമല്ലോ. അത് എല്ലായിടത്തും പോകാൻ പറ്റാനൊക്കത്തില്ല. അതുകൊണ്ട് ചിലയിടത്ത് പോകുന്നേ ഉള്ളൂ. മിക്കവാറും എല്ലായിടത്തും നമുക്ക് പോകുന്നിടത്തെല്ലാം എത്തും. വരുന്ന CBL അത് മത്സരിക്കുകയും ചെയ്യും. അങ്ങനെ CBL മത്സരങ്ങളും ഉണ്ട്. അങ്ങനെ ഒക്കമിട്ട ജില്ലകളിലും പോയിടത്തെല്ലാം കിരീടങ്ങൾ വാരിക്കുട്ടിട്ടുള്ള ഏക ചുണ്ടൻ കാരിച്ചാലാണ്. അപ്പളേ നമുക്ക് കുറച്ചുകൂടി നിങ്ങളുടെ എനർജി ഊർജ്ജമൊക്കെ നമ്മൾ നാളെ തുഴയെറിയുമ്പോൾ കണ്ടോളാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ക്യാമ്പും സജീവമാണെന്ന് അറിയാൻ നമുക്കൊരു ആർപ്പ് കിട്ടാലോ. ആരാ? ലോറനല്ലേ? ലൊറൈൻ. ഓക്കെ, ലൊറൈൻ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. പക്ഷെ ആർപ്പം സ്റ്റൈലിഷ് ആയിട്ടല്ലേ? ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. ഉറപ്പായിട്ട് പൊളിക്കും. ഓക്കെ, മൈക്കൊന്നും വേണ്ടെന്ന് കേട്ടോ. റെഡി? ഒന്നടി. ഇതാണ് കാരിച്ചാൽ ചുണ്ടലിന്റെ ഈ ചുണക്കുട്ടികളുടെ ഒരു ആരോഗ്യവും ഊർജ്ജവും ഒക്കെ. കണ്ടു തീർന്നില്ല ക്യാമ്പിലെ കാഴ്ചകൾ. നമുക്ക് നേരെ പോവാം അടുക്കളയിലേക്ക്.
അപ്പൊ നമ്മൾ അവരുടെ ഒരു ആവേശമൊക്കെ കണ്ടല്ലേ, ആർപ്പൂർവ്വ വിളി. എവിടെ നിന്നാണ് ഈ ഊർജ്ജം വരുന്നതല്ലേ? എപ്പോഴും ഊർജ്ജം വരുന്നത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ. അവിടേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ കാരിച്ചാൽ ചുണ്ടന്റെ എന്താ പറയാ കലവറ എന്നൊക്കെ പറയാം. അല്ല ചിക്കൻ ഇങ്ങനെ സെറ്റായി വരുന്നത്. ചിക്കൻ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കനാണ് ചേട്ടാ. ചിക്കൻ കറി എന്തൊക്കെയാ സാധാരണ സ്പെഷ്യൽ ഉച്ചയ്ക്ക് കൊടുക്കാറ്? മീൻകറി, ചിക്കൻ ഓരോ ദിവസം ഓരോ ദിവസം ഓരോന്നാണ്. വെറുതെ അല്ല ഇങ്ങനെ തെറിച്ച് എറിയാൻ പറ്റുന്നല്ലേ? ഇതിന്റെ മുഖ്യ എന്താ പറയാ മുഖ്യ ചീഫ് ഷെഫ് എന്നാണോ പറയേണ്ടത്, അതോ പിന്നെ പ്രധാനപ്പെട്ട ആളെന്നാണോ പറയേണ്ടത്? കലവറയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തോന്നുന്നു. രജീഷ് ഏട്ടൻ കാറ്ററിംഗ് ആണ്. ഓക്കെ, രജീഷ് ഏട്ടൻ നേരത്തെയും ഈ ചുണ്ടൻ വള്ളം കളി ഭാഗമായിട്ടുണ്ടോ? 4-5 വർഷമായിട്ട് എല്ലാ വർഷവും ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവർക്ക് എന്താ പ്രത്യേകിച്ച് എന്ത് ഫുഡാ ഇവർക്ക് വേണ്ടത്? ഇവർക്ക് മെയിനായിട്ട് നമ്മളൊരു ആദ്യത്തെ 10 ദിവസം ഡയറ്റിംഗ് ഫുഡാണ് പോകുന്നത്. ഡയറ്റ് ഫുഡിൽ വിത്തൗട്ട് ഓയിൽ, വിത്തൗട്ട് ഷുഗർ, ഉപ്പും ലേറ്റ് ആയിട്ട് എടുക്കുന്നത്. 10 ദിവസം കഴിഞ്ഞ് നമ്മൾ പാലക്കാട് ഇടുന്നത്. അപ്പൊ ലൈറ്റ് മധുരം കയറ്റും. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് പദ്ധതി ലാസ്റ്റ് നമ്മൾ ഡയറ്റ് പൊട്ടിക്കത്തുള്ളൂ. ചെയ്തോണ്ടിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടന്റെ പേര്? ജയമനാടൻ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഫുള്ള് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് 3 പേരും നല്ല കേട്ടോ. അവസ്ഥ ഇങ്ങനെ അതേ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ പേരുണ്ട് അവിടെ, ചേച്ചിമാരുണ്ട്. ഒക്കെ ഉച്ചത്തെ ഭക്ഷണത്തിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് എന്തൊക്കെയാ? പുളിശ്ശേരി ഉണ്ട് തോന്നുന്നല്ലേ? ഇന്ന് മോര്, ചിക്കൻ കറി, സലാഡ്, തോരൻ, അങ്ങനെ ഐറ്റംസ്. സലാഡുണ്ട്, തോരനുണ്ട്, പുളിശ്ശേരി ഉണ്ട്. തോരൻ എന്താ? ക്യാബേജ്. അപ്പൊ ഈ കായലിന്റെ തൊട്ടടുത്ത് ഇന്ന് മീനൊന്നുമില്ലേ? അല്ല, മീൻ നമ്മള് മാക്സിമം ഒഴിവാക്കും. മീനെ ചെറിയ പ്രശ്നമുള്ള മീൻ മാക്സിമം ഒഴിവാക്കും നമ്മള്. കടൽ മീനാണ് നമുക്ക്. കടൽ മീൻ എന്താ പ്രശ്നം? കംപ്ലൈന്റ് വരും നമുക്ക്. അവര് തന്നെ പറഞ്ഞായിരുന്നു കംപ്ലൈന്റ് ആണല്ലേ? ഓക്കെ, നമ്മൾ മീൻ പരമാവധി ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. അപ്പൊ ഓക്കെ, അപ്പൊ എന്തായാലും ചിക്കൻ കറി സെറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? ഒരു കുഞ്ഞു സ്പൂൺ തന്നെ ഇന്ന് ടേസ്റ്റ് നോക്കാൻ തരുമോ? എങ്ങനെയുണ്ട് ഇവരുടെ ഫുഡ്? എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. എന്റെ കൈ പൊള്ളിക്കരുതിട്ടാ. ടേസ്റ്റ് നോക്കാൻ ഒന്ന് ഊതി തന്നാൽ. വേണ്ട, കൈ കഴിക്കാൻ എന്റെ ടേസ്റ്റ്. കൊള്ളാം, അടിപൊളി. ഇത് തനി കുട്ടനാടൻ സ്റ്റൈലാണല്ലേ? അതാണ് കുട്ടനാടൻ സ്റ്റൈലുള്ള ഫുഡൊക്കെ ആയിട്ട് ഗംഭീരാണ് ഈ ക്യാമ്പ്. അപ്പോൾ ക്യാമ്പിന്റെ ഒരു വശമാണ്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് ഇവരുടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കാരിച്ചാൽ ചുണ്ടന്റെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് ഇവിടെ ഒരു സ്വസ്ഥമായിട്ട് വിശ്രമിക്കുന്ന സ്ഥലമായിട്ട്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ട്രയലൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയും ഉള്ള ദിവസമാണ്. പ്രത്യേകിച്ച് മത്സരത്തിന്റെ തലേദിവസം ആകുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് വിശ്രമിക്കാൻ സമയം കൊടുത്തേക്കുകയാണ്. ഇവിടെയാണ് ഈ ചുണ്ടൻ വള്ളങ്ങളിലെ തുഴക്കാരുടെ വിശ്രമ കേന്ദ്രം. അവർ ഏതാണ്ട് 1 മാസത്തിൽ കൂടുതലായിരുന്നു ഇവിടുത്തെ ക്യാമ്പ് തന്നെ. എന്താടേ അതെയോ? ക്ഷീണിച്ചോ? ക്ഷീണിച്ചില്ല, പവറാണ്. കുഴപ്പമുണ്ടോ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പൊക്കെ? നല്ല ക്യാമ്പാണ്, നല്ല രീതിയിൽ കളിക്കുന്നു, നല്ല ട്രയല്. എവിടെ, ഏത് ഭാഗത്താ തുഴയുന്നത്? എവിടെ? ഇവിടെ തന്നെ ട്രൈ അടിക്കുന്നത്. അല്ലല്ല, ഏത് ഭാഗത്താ? ഞാൻ മുക്കണ്ണി. ഞാൻ കൂമ്പ് 3ാമത്. അടിപൊളി. അപ്പൊ എങ്ങനെ വീട്? വീട് കൈനേരിയാണ്. പേര് വിധു. ആകാശ്. അപ്പൊ എങ്ങനെയാ ഈ ഇവിടുത്തെ ഫുഡും ഈ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? തകർപ്പനാണോ? എല്ലാരും ജോളിയാണ്. എല്ലാരും ഇവിടെ പാട്ടുമേളൊക്കെ ഉണ്ടോ? 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. നാടൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കാരിച്ചാൽ ചുണ്ടന്റെ ആ ഒരു പ്രൗഢിയും ഒരു പെരുമയൊക്കെ ഉണ്ടല്ലോ, അത് നിലനിർത്തണം നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇതുപോലെ ഇവരൊക്കെ ഇങ്ങനെ വിശ്രമിച്ച് തൽക്കാലം ഇരിക്കുന്ന പോലെ അവിടെ ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. ഹലോ, എന്തായി? ചേട്ടാ പേര്? രാജേഷ്. ചേട്ടൻ എങ്ങനെ മീന വന്നേ? ചേട്ടൻ പറഞ്ഞേ. ഇടീനാണോ? ദൈവമേ. അപ്പൊ ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു വഞ്ചിപ്പാട്ട് പാടൂലേ? വഞ്ചിപ്പാടും പാടാൻ. പിന്നെ ഏതാ ചെയ്യുന്നത്? ഇടിയനാമേന്റെ താളം ഉണ്ടാവുമല്ലോ, ആ താളത്തിനനുസരിച്ച് പാട്ടും വരൂലേ? മേനാട്ടിരിക്കണം. കുഴപ്പമില്ല, മേനാട്ടിരിക്കാൻ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെയാ ഈ കുറെ നാളായിട്ട് ഈ ചുണ്ടൻ വെള്ളത്തില് ഉണ്ടായിട്ടില്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഈ തവണത്തെ ടീം? എങ്ങനെയുണ്ട്? നല്ല ടീമാണ്, കിടുവാണ്, പൊളിക്കും, തകർക്കും, തിമിർക്കും. ഒരു സംശയം ഉണ്ടാകരുത്. ഇല്ല, ഈ കുറി നെഹ്റു ട്രോഫി അങ്ക ആണോ? ഇക്കുറിയും അല്ല, ഈ കുറി 2025 നെഹ്റു ട്രോഫി KCBC കാരിച്ചാൽ ചുണ്ടൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇത് വാക്കാണ്. ചേട്ടന്റെ പേര്? രാജേഷ്. രാജേഷേട്ടൻ പറയാണ് KCBC ഇത്തവണ ട്രോഫി എന്ന് ഉറപ്പിച്ചില്ലെങ്കിൽ നാളെ ഞാൻ വരും. തീർച്ചയായിട്ടും കപ്പ് നിങ്ങളുടെ തല വെച്ച് തരാം. കിട്ടാത്ത കപ്പ് ഇങ്ങനെ തലയിൽ വെക്കുന്നത് കപ്പ് ഞങ്ങൾ കൊണ്ടുവരും. ആണോ? സംശയം ഞങ്ങളുടെ പിള്ളേർ അത്ര പോകില്ല. അടിപൊളി. ഇതാണ് ഇവിടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ. ഈ കാരിച്ചാൽ ചുണ്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെയൊക്കെ ഒരു വലിയ വികാരമാണ്. നമ്മൾ 70-ൽ കുഞ്ഞു പിറക്കുന്ന പോലെ പിറന്നു. പിന്നീട് 74-ലാണ് എന്നാണ് വിശ്വാസം. ആദ്യമായിട്ട് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നു. പിന്നീട് ഇത്രയും കാലത്തോളം, അത് ഏതാണ്ട് 38 ഫൈനലുകൾ, 16 തവണ കിരീടം, ഇത്രമാത്രം
നേട്ടം പറയാൻ മറ്റൊരു ചുണ്ടനുമില്ല. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഇവരുടെ വാക്കുകളുണ്ട്. ഇപ്പോൾ സ്വന്തമായി ടീം എത്തിയിരിക്കുകയാണ് കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബ്ബ്. ഇവർക്ക് എല്ലാവിധ ആശംസയും നമുക്ക് നേരാം. കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബ്ബ് വീണ്ടും കിരീടം ഉയർത്തിട്ട്. ക്യാമറമാൻ വിദുരാഹരിക്കൊപ്പം എഴുതപ്പോൾ പുതുശ്ശേരി ന്യൂസ് 18. ആ വള്ളംകളി വള്ളംകളി വള്ളംകളിയേ പുന്നമടക്കായലില് വള്ളംകളിയേ. അത്ര പാടാതില്ലേ? അല്ലല്ല, കലാപമണിയുടെ പാട്ടാണ്. ഞാന് കുട്ടനാടൻ പുഞ്ചയിലേക്കൊക്കെയുള്ള പാട്ടുകളൊക്കെ എനിക്ക് കേട്ട് പരിചയമുള്ളൂ, അതുകൊണ്ടാ. എന്തായാലും വള്ളംകളിക്ക് വന്നാൽ വഞ്ചിപ്പാട്ടും അതിന്റെ ഒരു ആവേശവും ആരവും ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ ഒരു വള്ളംകളി കാണാൻ വരുമ്പോ ഈ ആലപ്പുഴയുടെ മുഴുവൻ സൗന്ദര്യവും മുഴുവൻ അനുഭവങ്ങളും എടുത്തിട്ടേ തിരിച്ചു പോകാവൂ. ഇന്ന് അങ്ങനെ ഒരു സ്ഥലത്തേക്കും കൂടെ നമ്മളൊരു പോക്ക് പോയി. ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് പറഞ്ഞല്ലോ, ഞങ്ങളെ കൂട്ടാതെ ഒറ്റയ്ക്കാ പോയത്. എന്റെ അടുത്ത് ശ്രീജ അധികം സംസാരിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ സംസാരിക്കും. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഓഫീസിൽ ചെല്ലുമ്പോഴേ എനിക്ക് ഇവള് കട്ടി പണി തരും. കുറെ പാക്കേജ്, കുറെ ഫുട്ടേജ്, എവിടെ ചോദിക്കും. ഔട്ട്പുട്ടിലാണ്, ഞാൻ ഇൻപുട്ടിലാണ്. എനിക്ക് റെസ്റ്റ് കിട്ടൂല. പിന്നെ മറ്റൊരു കാര്യം, ഈ ഗ്യാപ്പില് ശരണ്യ ഒരു പാട്ട് പഠിച്ചു. ശ്രാങ്കെ വട്ടക്കായലെത്തിയ വട്ടക്കായല് ശരണ്യ പാടാൻ പോയാണ്. ഒന്ന് നിർത്തി തന്ന ഞാൻ അങ്ങോട്ട് ചാടാം. ഇതിനെക്കാളും ഞാൻ ചാടുന്നതാണെന്നില്ല. ഇങ്ങനെ ഒരു സാഹസം ഞാൻ കാണിക്കില്ല. എന്റെ പാട്ടിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതായത് ഈ നമ്മൾ അവിടെ ആദ്യം വന്ന വഴിക്ക് ഈ ചമ്പക്കുളം ചമ്പക്കുളം ഷാപ്പിന്റെ ഇപ്പുറത്തെ ഇടവഴി കൂടെ പോവാല്ലോ. അവിടെ കൂടെ പോവാല്ലോ. അവിടെ നമുക്ക് അവിടെ പിന്നെ ചെന്ന സമയത്ത് ഈ സിനിമ, സാഹിത്യം ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ഒരുപാട് എഴുത്തുകാര് അല്ലേ, അപ്പം അങ്ങനെ പാട്ടുകാര്, എഴുത്തുകാര്, അത് നമുക്ക് ഒരുപാട് എത്ര പറഞ്ഞാൽ തീരില്ല. സംവിധായകന്മാര് ഇതെല്ലാം ഉണ്ട്. നമ്മുടെ കൂടെ ന്യൂസ് 18 ജോലി ചെയ്ത ആളിപ്പോ പുസ്തകം എഴുതുന്നുണ്ട്. നമുക്ക് അറിയാവുന്നോ, കാലൊടിഞ്ഞ പുണ്യാളൻ എഴുതിയ ഷനോജിന്റെ പുസ്തകം. അത് വളരെ നന്നായിട്ട് DC-ന്ന് വിറ്റുപോകുന്നൊരു പുസ്തകമാണ്. അങ്ങനെ മങ്കൊമ്പ് വഴിയാണ് നമ്മൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്നുള്ള പേര് തന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഓർത്തു. അങ്ങനെ എന്ത് രസമാണ്. പിന്നെ അങ്ങനെ ഒരു പാട്ട് വരെ ഓർത്തു. അങ്ങനെയല്ലെന്നേ, അത് മാത്രമല്ല, കേര നിരകളാടും അങ്ങനല്ലേ, തീരം കുളിർനിലാവിൻ തീരം കായലലകൾ. അത് ബി ആർ പ്രസാദൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ നമ്മള് BS-ന്റെ കാലം ഓർക്കുന്നുണ്ട്. ഇവിടെ റാണി ചിത്ര മാർത്താണ്ഡൻ കായല് അവിടെ നികത്തിയിട്ട് നെൽകൃഷി ചെയ്യുന്നു. അതിനെക്കുറിച്ച് വലിയ അഭിപ്രായമുണ്ട്. അന്നത്തെ നമ്മളെ ഒരു അങ്ങനെ രണ്ട് മുരിക്കന്റെ പ്രയത്നത്തെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, സാധാരണ തൊഴിലാളികൾ ഇവിടെ തന്നെ അല്ല. ഞാൻ പറയുന്നത് ഇവിടെ ഈ ബണ്ടൊക്കെ മുറിഞ്ഞിട്ടേ ഈ പാടശേഖരത്തിൽ വീട്ടിനകത്തോട്ടൊക്കെ പോയിട്ട് ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാവുന്ന സാഹചര്യമുണ്ട്. നമ്മള് ഈ ശരണ്യ എന്താ പറയുന്നത്, ഈ തലയ്ക്ക് മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ പറയുമല്ലോ നമ്മള്, അതിന് മുകളിൽ തോണി, അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഈ ആലപ്പുഴയ്ക്ക്. മാത്രമല്ല, നമ്മൾ ബൈക്കും കാറും ഒക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഓരോ വള്ളങ്ങളാണ് ഉള്ളത്. കൊച്ചു വള്ളങ്ങളിൽ ഇങ്ങനെ പോകുന്നു. അങ്ങനെയുള്ളൊരു ജീവിതം കൂടി ഉള്ള ഒരു സ്ഥലമാണ്. വഞ്ചിപ്പാട്ടിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അതിജീവനത്തിന്റെ പാട്ടാണ്. പ്രത്യേകിച്ച് ഈ വള്ളംകളി കാലം എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാല് കുട്ടനാട്ടിലെ കാർഷിക ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു ഉത്സവ കാലമാണ് ഈ ഓണവും വള്ളംകളിയും ഒക്കെ. നേരത്തെ ഇതിനു മുമ്പ് നമുക്ക് പറയാം, വള്ളംകളി രാജഭരണ കാലത്തൊക്കെ രാജാക്കന്മാർക്ക് അവരുടെ പടയാളികളായി മുന്നോട്ട് പോയ വള്ളങ്ങളാണ് ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ, അതായത് കാവൽക്കാരായി പോയിരുന്ന വള്ളങ്ങൾ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് മാറി കുട്ടനാടിന്റെ ഒരു അതിജീവനത്തിന്റെ കഥ കൂടി ഈ വള്ളംകളിക്കും വള്ളപ്പാട്ടുകൾക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. വള്ളംകളി സീസണിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആ വള്ളം തുഴയുന്നവരിൽ എത്രയോ മനുഷ്യന്മാർ, സാധാരണ ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. കർഷക തൊഴിലാളികളുണ്ടാവും, മത്സ്യത്തൊഴിലാളികളുണ്ടാവും. അവരൊക്കെ ഈ സീസൺ എത്തുമ്പോൾ അവരെല്ലാം സ്റ്റാർസ് ആണ്. ഈ വള്ളംകളിയിലെ സൂപ്പർ സ്റ്റാർസിനൊക്കെ നാളെ കാണിച്ചു തരാം കേട്ടോ. കുറെ സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, ഫാൻസ് ഉണ്ട്, അവർക്ക് ഫാൻ ക്ലബ്ബുകളുണ്ട്. ഇതൊക്കെ നമുക്ക് നാളെ കാണാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇപ്പൊ പോകുന്നത് ഇന്ന് വിനോദ് പോയ തായങ്കരി ഷാപ്പിലാണ്. അവിടെ ഒരു വൈബ് പരിപാടി ഉണ്ട്, കാണാം. നമ്മുടെ ഫിവ കള്ള് ഷാപ്പാണ്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ തന്നെ സ്ഥാപനമാണ്. അദ്ദേഹമാണ് ഇവിടെ ഒരു നാടൻ പാട്ട് കേൾക്കാമെന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. രാജേട്ടോ നമുക്കൊരു പാട്ട് ആയാലോ? വന്നു, എല്ലാരും ഉണ്ട്.
മനോഹരമായ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഈ പാടശേഖരമാണ് കാണാൻ പറ്റുന്നത് അല്ലേ? അതായത് നമ്മൾ അത് പറയുകയായിരുന്നു, ആലപ്പുഴയുടെ ഒരു പ്രത്യേകത അത് ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. വള്ളംകളിക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്നു, അല്ലാതെ തന്നെ വിദേശ ടൂറിസ്റ്റുകളും ആഭ്യന്തര ടൂറിസ്റ്റുകളും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. ദൈവം അനുഗ്രഹിച്ച ഒരു സ്ഥലം. അപ്പൊ നമുക്കൊരു കുഞ്ഞു പാട്ട് പാടിയാലോ? ഒരു ചെറിയൊരു പാട്ട്. ഇരുന്നാട്ടെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ വഞ്ചിപ്പാട്ട്, അല്ലെങ്കിൽ ആലപ്പുഴയുടെ തനതായിട്ടുള്ള ഒരു നാടൻ പാട്ട്, ഏതെങ്കിലും ഒന്ന്. ആരാ പാടുന്നത്? ചേട്ടൻ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും. ഒന്ന് തട്ടുമല്ലേ? ഒന്ന് തട്ടും. ആയിക്കോട്ടെ. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. പണ്ടു പണ്ടു നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടുവലിച്ചേ മണി മഞ്ചൽ ചുമന്തി. പത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. പത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. പാടില്ലെന്ന് നമ്മൾ പാടിയൊരു പാട്ടുകാട്ട്. പത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ നമ്മളും നാടേ. പണ്ടു പണ്ടു നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടുവലിച്ചേ മണി മഞ്ചൽ ചുമന്തി. പത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. പത്തിനും ചേച്ചി ഒരു വഞ്ചിപ്പാട്ട് പാടാവോ? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ വേണം കുര വേണം കുരവ വേണം
ഏതിനും നമ്മൾ ഇത്രയും നേരം വളരെ സന്തോഷമായി. കാരണം ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയുടെ ആത്മാവെന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടാണ്. അത് ഏറ്റവും വലിയ സന്തോഷം ഈ ചേച്ചി വന്ന് പാടിത്തന്നു എന്നുള്ള ഉമ്മച്ചേച്ചി അല്ലേ, ഉമ്മച്ചേച്ചി പാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോൾ ഹൃദയം നിറയണമെങ്കിൽ ഒരു വഞ്ചിപ്പാട്ട് കേൾക്കണം. അരുൺ പാലോടനൊപ്പം ബി വിനോദ്, ന്യൂസ് 18 ആലപ്പുഴ. ഈ പാടി ലാസ്റ്റ് പാട്ട് അത് എല്ലാവർക്കും പാടാൻ പറ്റുമോ? കുട്ടനാടൻ പുഞ്ചയിലെ തിത്തേതകതെയ്തു കൊച്ചു പെണ്ണെ കോയിലാളെ തിത്തിത്താരാതെയ്തു കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തേതകതെയ്തു തിത്തിത്താരാ തിത്തിത്തൈ തിത്തേതകതെയ്തു. ബ്രേക്ക് കൂടുതൽ മിനിറ്റാ. അപ്പോ വീണ്ടും തിരിച്ച് കുട്ടനാടൻ കാഴ്ചകളിലേക്ക്, വള്ളംകളിയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ മടങ്ങി എത്തുമ്പോ ഇന്ന് ഞങ്ങൾ പ്രധാനമായിട്ട് ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് സ്പെൻഡ് ചെയ്തത് പല ക്യാമ്പുകളിൽ പോകാനാണ്. അപ്പോഴും വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ വള്ളംകളി എത്രത്തോളം അറിഞ്ഞുകൊണ്ടാണ് ഇത് കാണുന്നത്. നമ്മൾ നോക്കുമ്പോ കുറെ വള്ളങ്ങൾ വരുന്നു, മത്സരിക്കുന്നു, തിരിച്ചു പോകുന്നു അല്ലെ. വിനോദേട്ടാ എങ്ങനെ തുഴയണേ? തുഴയുന്ന നീ പിന്നെ അങ്ങനെയല്ല, രാത്രി വീട്ടിൽ പോകുന്ന പോലെ അങ്ങനെയല്ല. എങ്ങനെ തുഴയൊന്ന് പിടിച്ച് തുഴഞ്ഞു കാണിച്ചത്? അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു മൈക്ക് പിടിച്ച് ഈ കൈ ഇവിടെ പിടിക്കും, ഈ കൈ മുകളില് ഇങ്ങനെ. അത് രണ്ട് മതിലല്ലേ വീട്ടിലോട്ടുള്ള ഇടവഴി. ഈ പറയുന്ന പോലെ ഒന്നും അല്ല. നമ്മള് സാധാരണ സാധാ കാണികളായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്പീഡാണ് ഇതിന്റെ ഏറ്റവും ഒരു ത്രില്ലിംഗ് എന്നാ. പക്ഷെ അതിനകത്ത് തുടങ്ങുന്ന ആദ്യത്തെ തുഴ, അതായത് അമരത്തെ തുഴ മുതൽ ഒന്നാം തുഴ മുതൽ അണിയം മുതൽ അമരം വരെ ഓരോ പാർട്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അതിന് ഓരോ തുഴയാണ്. ആ തുഴയ്ക്ക് ഓരോന്നിനും പ്രത്യേക പേരുണ്ട്, ഷേപ്പ് ഉണ്ട്. അങ്ങനെ നമ്മൾ നാളെ വള്ളങ്ങൾ കാണാൻ പോവല്ലേ എൽദോ? അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് ശാസ്ത്രീയമായിട്ട് എന്നാ ശരി, അവനെല്ലാം പഠിച്ചു കഴിഞ്ഞതാ. എന്നാ പറ, ഏറ്റവും അവസാനത്തെ ആ വലിയ തുഴ എന്താ പറയുന്നേ? അമരത്തുഴ. ഇതെങ്ങാനും അല്ല, പങ്കായമാണ് വലിയ തുഴ. പങ്കായം, ഒള്ളി പങ്കായം. ഉരുളണ്ട, പോട്ടെ. കൂടുതൽ ഡെക്കറേഷൻ വേണ്ട. പിന്നെ നമ്മളെ മറ്റേ ഇങ്ങനെ വിളിക്കുന്ന ബൂസേല പോലത്തെ സാധനം ഉണ്ടല്ലോ, നമ്മുടെ പെപ്പരപ്പേ. അത് പെപ്പരപ്പേ അല്ല, അത് ട്രംപറ്റ് ആണ്. ആ ട്രംപറ്റിന് പറയാൻ കുറെ കഥകളുണ്ട്. കണ്ടാലോ? ഈ ശബ്ദമാണ് ഒരുപക്ഷെ ഈ വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആവേശഭരിതരാക്കുന്ന ഒരു ശബ്ദം. ഒരു വള്ളം തുഴഞ്ഞെത്തുമ്പോൾ ആ വള്ളത്തിന്റെ മുഴുവൻ ആവേശവും നമുക്ക് ഈ ട്രംപറ്റിന്റെ ശബ്ദത്തിലാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു വള്ളം ഏതാണ്ട് ഒരു 33 മീറ്ററോളം വരുന്ന ഒരു വള്ളത്തിന്റെ ഏറ്റവും ആദ്യത്തെ തുഴ ഒന്നാം തുഴ, അത് തൊട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ആ വലിയ തുഴയാണ് പങ്കായം. അതുവരെ ആ വള്ളത്തിന്റെ ഓരോ ഭാഗത്തും ഇരിക്കുന്നവർക്ക് പ്രാധാന്യമുണ്ട്, ആ വള്ളത്തിന്റെ ഓരോ ഭാഗത്തിനും പ്രാധാന്യമുണ്ട്. വള്ളംകളി കാണുമ്പോൾ നമ്മൾ അതൊക്കെ കൂടി അറിഞ്ഞുകൊണ്ട് കണ്ടാൽ ഒരു പക്ഷെ കൂടുതൽ ആസ്വാദ്യകരമായും ഏറ്റവും നന്നായും നമുക്കത് കാണാം അല്ലേ ശരണ്യ? അതാണ്. അപ്പൊ സുജി, നമുക്ക് ഒന്നാം തുഴയിൽ തന്നെ തുടങ്ങാം അല്ലെ? തുടക്കം ഈ തുഴയിലാണല്ലേ? ഒന്ന് വിശദീകരിക്കാവോ എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ലൈനിലാണ്, നിങ്ങളുടെ വള്ളം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മളിത് തുടക്കം തൊട്ടുള്ള ഒരു പ്രാധാന്യം എന്ന് പറയും? നമ്മൾ ഒന്നാം തുഴ ഇരിക്കുന്ന ആള് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ടൈമിൽ ഈ ഇരിക്കുന്ന ഈ 81 തുഴച്ചിക്കാരാണ് നമ്മുടെ വള്ളത്തിലുള്ളത്. 81 തുഴച്ചിക്കാരും അത് ഈ അലേർട്ടായിട്ടിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ വള്ളം പിടിച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കൂടെ ഇരിക്കുന്ന വള്ളത്തിൽ സ്വന്തം അച്ഛനാണെങ്കിലും ശരി, നമ്മുടെ വള്ളത്തിൽ ഇരിക്കുന്നവരെല്ലാവരും സ്ട്രോങ് ആയിട്ട് നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് അലേർട്ടായിട്ടിരിക്കണം. എന്നാലേ നമുക്ക് എല്ലാ അറ്റ് എ ടൈമിൽ ഒന്നാം തുഴ മുതൽ 81ാമതിരിക്കുന്ന തുഴ വരെ ഫസ്റ്റ് ഒരേപോലെ തുഴ വീണാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ മൂവ്മെൻറ്റിൽ നമുക്ക് ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നാം തുഴ ഇരിക്കുന്ന ആളാണ് അതിൻ്റെ ബാക്കി പുറമോട്ടിരിക്കുന്ന ഈ 80 പേർക്കും അവരുടെ റിതം, തുഴച്ചിലിൻ്റെ റിതം, പവർ എല്ലാം കൺട്രോൾ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് ഒന്നാം തുഴ ഇരിക്കുന്ന ഒരു വ്യക്തി. ഇതാണ് ഒറ്റത്തുഴ. ഓക്കെ, കേട്ടോ? ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ഷേപ്പ് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ കുറച്ച് പരന്ന്, ഇത് എത്ര എണ്ണം ഉണ്ടാവും? ഇത് 7 എണ്ണം. 7 ഒറ്റത്തുഴയാണ് ഒരു വള്ളത്തിൽ ഉണ്ടാവുക. ഓക്കെ, ഇതിന്റെ പ്രത്യേകത പറയൂ. ഇത് നമ്മൾ ആദ്യം തുഴയുന്ന തുഴയെക്കാട്ടി കുറച്ചുകൂടെ നീളം കുറവായിരിക്കും.
പിന്നെ അവിടെ ഇരിക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ കൺട്രോളും ഇതുമായിട്ട് ഇരിക്കേണ്ടത്. കാരണം അവരുടെ മുക്കണ്ണിയിരിക്കുന്നത് അവരുടെ തുഴയിൽ നിന്ന് സ്പീഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വള്ളം മൂവ്മെന്റിനകത്ത് ചിലപ്പം ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടാം അല്ലെ കുറയാം. അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന അവരാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നാം തുഴയിൽ നിന്നുള്ളതാണ് ഫോളോ ചെയ്യുന്നത്. ഒന്നാം തുഴയിൽ നിന്നുള്ളതാണ് ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തന്നെ ഇവരത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഈ തുഴയ്ക്ക് നമ്മൾ മുക്കണ്ണി എന്നാണ് പറയാ. അതിന്റെ ഷേപ്പ് ശ്രദ്ധിച്ചറിയാം, താണത്തട്ടിൽ തുഴ. അത് നമ്മളൊരു വള്ളത്തിന്റെ നടുഭാഗം നമ്മൾ നോക്കിയറിയാം, വള്ളത്തിന്റെ ഏറ്റവും താഴ്ന്നിരിക്കുന്ന ഭാഗമാണ്. അവരാണ് വെള്ളത്തോട് ഏറ്റവും അടുത്ത് ചേർന്ന്, ആ വെള്ളവും വള്ളവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ ഏറ്റവും ചേർന്നിരിക്കുന്ന ഭാഗമാണ് ഈ താണത്തട്ട്. ആ താണത്തട്ടിലാണ് നമ്മൾ ഈ കാണുന്ന മുക്കണ്ണി എന്ന് പറഞ്ഞ തുഴ ഉപയോഗിക്കുന്നത്. അതിന്റെ ഷേപ്പിനും നീളവും നമ്മൾ ഇതിന്റെ രണ്ടിനും കൂടെ നീളം നോക്കി അറിയാം. അതിന്റെ നീളം കുറവാണ്, കാരണം വെള്ളത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഭാഗമായതുകൊണ്ട് നീളം കുറവായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഇതാണ് വള്ളത്തെ നിയന്ത്രിക്കുന്നത്. അതായത് ഒന്നാമത്തെ തുഴ മുതൽ ലാസ്റ്റ് ഇരിക്കുന്ന തുഴ വരെയുള്ള ആൾക്കാർക്ക് കേൾക്കാൻ പാകത്തിന് അവർക്ക് ഒരുമിച്ച് തുഴയാൻ വേണ്ടി ഒരേ രീതിയിൽ ഒരു നട പോലും തെറ്റാതെ ഒരുമിച്ച് തുഴയാൻ വേണ്ടി ഈ ശബ്ദമാണ് ഈ വള്ളത്തിന്റെ എല്ലാം. ഇതിന്റെ ഒരു താളം എങ്ങനെയാണ് ഇതിന്റെ? ഇത് നമ്മൾ വള്ളത്തിൽ പിന്നെ ഫസ്റ്റ് ആദ്യത്തെ തുഴ പൊക്കുന്നത് ഈ പിന്നെ ഇടിയനും ഒരേ കണക്കായിരിക്കും പൊക്കുന്നത്. അതേ ഈ ഇടിയനും ഒന്നാം തുഴയും ഒരേ രീതിയിൽ അവർ തമ്മിലുള്ള ഒരു നിങ്ങൾ തമ്മിലാണ് കണക്ഷൻ വരുന്നത് അല്ലേ? അതെ. അത് ഈ വള്ളത്തിന്റെ ശബ്ദത്തിനനുസരിച്ചാണോ ഈ ഒന്നാം തുഴ മൂവ് ചെയ്യുന്നത്? ഒന്നാം തുഴ തൊട്ട് അവസാനം വരെ ഇതിന്റെ ശബ്ദത്തിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇത് വഴിയാണ്, ഈ ശബ്ദം വഴിയാണ് അല്ലേ? ഒന്ന് കാണിക്കുമോ, ഒന്ന് ഉയർത്തി കാണിക്കുമോ? അടിഭാഗം നമുക്കറിയാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല തടി എന്താ? പല തടികളും വരുന്നുണ്ട്. ഓരോ വള്ളത്തിനും ഓരോ തുഴച്ചിലിൻ്റെ രീതിയുണ്ട്, ശൈലിയുണ്ട്. ആ ശൈലി എന്ന് പറയുന്നത് അയഞ്ഞ താളത്തിൽ കളിക്കുക, മുറുകിയ താളത്തിൽ കളിക്കുക, അങ്ങനെ പല രീതി. നടുഭാവം വള്ളം എപ്പോഴും കളിക്കുന്ന അയഞ്ഞ താളത്തിലാണ് കളിക്കുന്നത്. അതായത് നമ്മൾ തുഴയെണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് തുഴഞ്ഞ് പുറമോട്ട് കളയാനുള്ള സമയം കൊടുക്കണം. വെള്ളത്തെ അത്രയ്ക്ക് ശക്തമായിട്ട് ആ തുഴ ഒരു മിനിറ്റ് തരുമോ? മറ്റേ ആ തുഴ ഇപ്പം നമ്മൾ പെരുക്കത്താളം അയഞ്ഞ താളമുണ്ട്. പെരുക്കത്താളം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇടുകയാണ്. ആ പെരുക്കത്താളത്തിന് നമുക്ക് വെള്ളത്തിനും ഇതിനും ലോഡ് കൊടുക്കാൻ പറ്റത്തില്ല. ആയം കൂട്ടി അയഞ്ഞ താളത്തിൽ കളിക്കുമ്പോൾ നമുക്ക് മുന്നോട്ടിട്ട് വലിച്ച് പുറമോട്ട് കളയാനുള്ളൊരു സമയമുണ്ട്. നമ്മുടെ നടുഭാഗം വള്ളത്തിൽ എപ്പോഴും കളിക്കുമ്പോൾ അയഞ്ഞ താളത്തിലാണ് സാധാരണ കളിക്കാറുള്ളത്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് 3-10 തുഴയാണ്. അത് ഭയങ്കര പവർഫുൾ തുഴയായിരിക്കും. 1, 2, 3 അങ്ങനെ 10 വരെ. വീണ്ടും 1, 2, 10, 1, 2, 10 അങ്ങനെ 30 തുഴ നമ്മളിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൈ നീട്ടിയിട്ടിട്ട് അയഞ്ഞ താളത്തിൽ തുഴഞ്ഞു പോരുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റ് 45 സെക്കൻഡ് മുതൽ 2 മിനിറ്റ് 50 സെക്കൻഡ് വരെ. അപ്പോൾ നമ്മൾ ആ ചെറുമുറിയോട് അടുക്കും. ചെറുമുറി ക്രോസ് ചെയ്യുന്നത് നമ്മുടെ കൂമ്പ് ചെറുമുറി ക്രോസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഏകദേശം ഒരു നമ്മുടെ ഫിനിഷിംഗ് ലൈനിന്റെ ഒരു മധ്യഭാഗത്തെത്തും അല്ലേ? ഫിനിഷിന്റെ മധ്യഭാഗം കഴിഞ്ഞു കാണും. അത് ഏകദേശം ഒരു വള്ളം ഫിനിഷ് ചെയ്യുന്ന 4 മിനിറ്റ് 20 സെക്കൻഡ്, 4 മിനിറ്റ് 15, 4 മിനിറ്റ് 25 ആ ഒരു റേഞ്ചിലാണ് വള്ളം ഫിനിഷ് ചെയ്യുന്നത്. ഒരു ജയിക്കുന്ന ഒരു വള്ളം ചെറുമുറി കഴിയുമ്പോൾ എത്ര മിനിറ്റിലെത്തും? ചെറുമുറി ഒരു അതായത് ചെറുമുറി വരെ എത്തുക എന്ന് പറയുന്നത് 2 മിനിറ്റ് 45 മുതൽ 50 സെക്കൻഡ് ഇടയ്ക്ക് ആ വള്ളം നല്ല ടൈമാണ്. അപ്പോൾ ഏകദേശം ഇപ്പൊ ഇതുവരെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് ഫൈനലിൽ നമ്മൾ കളിച്ചിരിക്കുന്ന 4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒറ്റ താളത്തിൽ ഇങ്ങനെ തുഴഞ്ഞു പോയാൽ മതി. പക്ഷെ അത്ര എളുപ്പമല്ല എന്ന് വ്യക്തമായി ശ്രീജയും ശരണയും കൂടെ കാര്യങ്ങൾ പങ്കുവച്ചപ്പോൾ. എന്നാൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി. നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ തുടങ്ങി, ആ കാണാണ് ഫിനിഷിംഗ് പോയിന്റ് കേട്ടോ. എനിക്ക് തോന്നുന്നു ധനേഷ് ഇതിന്റെ വിഷയം തരുന്നുണ്ട്. ധനേഷ് ഫിനിഷിംഗ് പോയിന്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. നാളെ വിജയെ തീരുമാനിക്കുന്ന ആ വെള്ള വര ആദ്യം ആര് തൊടുന്നോ അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ്, പലരെയും ഒരു വർഷമല്ല എത്രയോ വർഷങ്ങളായുള്ള അവരുടെ കാത്തിരിപ്പ്, PBCയെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ തോൽപ്പിക്കാൻ ഇറങ്ങുന്ന 20 വള്ളങ്ങളുടെ കാത്തിരിപ്പ് അങ്ങനെ തന്നെ പറയണം. കാരണം മത്സരം ഇത്തവണ പള്ളാത്തുരുത്തിയുടെ ഡബിൾ ഹാട്രിക് തകർക്കുക, അങ്ങനെ ഒരു ഇങ്ങനെ കൊഴിഞ്ഞ് കുറെ കാലങ്ങളായി വിജയികളായി തുടർന്ന് അവർക്ക് അപ്പുറത്തേക്ക് ഒരു ടീം എത്തുക എന്നതാണ് അവരുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. അപ്പോ ആ ലക്ഷ്യം നടക്കുമോ അല്ലേ ശരണ്യ? അതെ, തീർച്ചയായിട്ടും. എല്ലാവരും ഇത്തവണ നമുക്ക് ഒരു 8 മത്സരമെങ്കിലും 21 വള്ളങ്ങളുണ്ട് കേട്ടോ. എന്നാൽ നമ്മൾ നിരാശരാക്കുമല്ല. എന്നാൽ ഒരു കടുത്ത മത്സരം, ഒരു 8 ടീമെങ്കിലും
ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. നെഹ്റു പവലിയനും പിന്നെ ഒപ്പം VIP പവലിയൻ അല്ലേ, റോസ് കോർണർ. ഇവിടെയാണ് പ്രധാനമായ ആളുകളൊക്കെ ഇരിക്കുന്നത്. ധനേഷിന്റെ മുന്നിലുള്ളതാണ് റോസ് കോർണർ പവലിയൻ. റോസ് കോർണർ പവലിയനാണ് ധനേഷിന് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഈ ഇവിടുത്തെ കാഴ്ചകൾ. ഇനി വള്ളംകളിയുടെ ആവേശത്തിലേക്ക് ഞങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. വള്ളംകളി നാളെ ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ, എന്തായിരിക്കും അവസ്ഥ? അറിഞ്ഞു ആരാന്നറിയാം. അപ്പൊ നടുഭാഗം ഓക്കെ. അപ്പൊ അതാണ്. അപ്പൊ എനിക്കാണ് ശ്രീജ ഒരു വഞ്ചിപ്പാട്ടിന്റെ ഈണത്തോടി അവസാനിപ്പിക്കുന്നു. നമ്മളെപ്പോഴും കുട്ടനാടൻ പുഞ്ചയിലാണല്ലോ ഞങ്ങൾ, അതായത് പുറത്തുനിന്ന് വരുന്നവർക്ക് ആകെ കൂടെ അറിയുന്ന വഞ്ചിപ്പാട്ട് കുട്ടനാടൻ പുഞ്ചയിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് ഇവിടുത്തുകാർ എപ്പോഴും പാടി കേൾക്കാറുള്ളത്. അപ്പോ ഒരു കുട്ടനാടിന്റെ മരുമകൾ എന്ന നിലയ്ക്ക് ഞാൻ ഒരു പാട്ട് പാടാം. നിങ്ങൾ എന്റെ കൂടെ ജോയിൻ ചെയ്യണം, നമുക്ക് പാടാം. ഓക്കെ, മൈക്ക് ഇങ്ങനെ പിടിച്ചാൽ ഓക്കെ. ഞാൻ പാടുവാ, നോക്കിയാ പാടണേ, ഞാൻ നോക്കട്ടെ. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി. കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലേഴും, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലേഴും, നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം, നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടി തന്നയക്കേണം, അറിഞ്ഞു വല്ലതും കൂടി തന്നയക്കേണം. HR-നോടാണ്. പാട്ടറിയുന്ന നല്ല വഞ്ചിപ്പാട്ടുകാരെ കൊണ്ടുവന്ന് നല്ല വിശാലമായിട്ട് ഇതൊക്കെ പാടിപ്പിച്ചു തരാം. ഇത് ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി, ഈ ആവേശത്തിൽ ഞങ്ങളും കൂടി അലിഞ്ഞു ചേരുന്നതിന് വേണ്ടി മാത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ്. ചെറിയ കുറവൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. ഉറപ്പായിട്ട് ക്ഷമിച്ചു. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇവിടെ ആലപ്പുഴയിലെ പുന്നമടക്കായലിലെ ഈ ഓളങ്ങളിൽ ഈ നെട്ടായത്ത് അല്ലെ, നെട്ടായത്ത് പിന്നെ കീറി മുറിക്കാനായിട്ട് ഞങ്ങളുണ്ടാവും, തള്ളാനായിട്ട് VV വിനോദം. ഒന്നുമില്ല, ഇവർ പോകുന്നവരെ സഹിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഏക ആശങ്ക മാത്രമാണ് എനിക്കുള്ളത്. നയിച്ചുകൊണ്ട് പോകേണ്ട ആളാണ്, പ്രത്യേകിച്ച് ആലപ്പുഴ ബ്യൂറോക്കാരി എന്നുള്ള ഒരു കഷ്ടപ്പാട് കൂടി നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ സഹിച്ചേ പറ്റൂ. അപ്പൊ എന്തായാലും രേണുക, ഇതൊക്കെയാണ് ഈ പുന്നമടയിലെ കാഴ്ചകൾ. വളരെ സന്തോഷം. ഈ സെക്കാര ബോട്ടിലിരുന്ന് ഇങ്ങനെ രസകരമായിട്ടുള്ള കാഴ്ചയെ കണ്ടുപോയ രസമായിരുന്നു. അപ്പൊ നാളെ ഞങ്ങളൊപ്പം ചേരണം കേട്ടോ. രേണുകയും മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും. തീർച്ചയായും എന്തായാലും വലിയ അസൂയുണ്ട്. നിങ്ങളുടെ അവിടുത്തെ ആ വൈബ് പ്രേക്ഷകരും ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും പുന്നമടയുടെ ജലരാജാക്കന്മാരെ കാത്തിരിക്കുകയാണ്. അവിടെ ആവേശമാണ്. ആ ആവേശം ഞങ്ങളുടെ പ്രതിനിധികൾ അതേപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ആവേശത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ വള്ളംകളി എത്രമാത്രം പ്രധാനമാണ് എന്ന് പറയുമ്പോൾ, പ്രമോദ് ബലിയനാട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എനിക്ക് 3 ഭാര്യമാരാണ് ഉള്ളത്. ഒന്ന് ആദ്യ ഭാര്യ ആരാണ്? അത് വള്ളംകളിയാണ്. രണ്ടാമത്തേത് അഭിനയം, മൂന്നാമത്തേത് എൻ്റെ ഭാര്യ. അതാണ് ഓരോ ആലപ്പുഴക്കാരനും അല്ലെങ്കിൽ വള്ളംകളിയെ അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെല്ലാം എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കുട്ടനാടിൻ്റെ ഈ വൈബ്, വള്ളംകളിയെ ഹൃദയത്തോട് ചേർക്കുന്നവരുടെ ഈ സന്തോഷമൊക്കെ ഒപ്പിയെടുക്കുന്ന കുട്ടനാടിൻ്റെ ഓണം ഒരു പ്രത്യേക പരിപാടി ന്യൂസ് 18 ഒരുക്കിയിട്ടുണ്ട്. വള്ളംകളിയുടെ മാത്രമല്ല, വള്ളംകളിയുടെ വിപുലമായ ഒരുക്കങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഓണത്തിനും നിറയെ പ്രേക്ഷകരുടെ മനം നിറയ്ക്കുന്ന പരിപാടികളുമായി ന്യൂസ് 18 എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രത്യേക പരിപാടി കുട്ടനാടിൻ്റെ ഓണം ഇന്ന് 8 മണിക്ക് പ്രേക്ഷകർക്ക് കാണാം. അതിൻ്റെ പ്രൊമോ ഇപ്പോൾ കാണാം. അത് കണ്ടിട്ട് ആ പരിപാടിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. നേരം വൈകുന്നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.